ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കണമെന്ന് വിചാരിക്കുന്നു. ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ്. മാഷാ അള്ളാഹ്, അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമ്മൾ പറയാറില്ലേ മഗ്‌രിബിന്റെ നേരത്ത് കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിഞ്ഞവരുണ്ടെങ്കിൽ ക്ഷമിക്കാം. അത് പറയുന്നതിന്റെ മുമ്പ് ഒരു കാര്യം, എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെക്കട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ബട്ടൺ ഒക്കെ പ്രസ് ചെയ്തിട്ട് നോക്കാം. അപ്പോഴിതാ അത് എന്താന്ന് നോക്കിയോക്കല്ലേ. കുട്ടികളെ മഗ്‌രിബിന്റെ നേരത്ത് പുറത്തിറക്കരുത് എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോ അങ്ങനെ പറയുന്നത് ശരിയാണ് കേട്ടോ, പുറത്തിറക്കാൻ പാടില്ല. എങ്ങനെയാണ് ഇതിൽ പറയുന്നത്? സന്ധ്യാ നേരത്ത് കുട്ടികളെയും കാലികളെയും പുറത്തിറക്കാതിരിക്കൽ സുന്നത്താണ്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ല. അതിൽ ഓൾ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെക്കട്ടോ. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുക. അപ്പൊ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് എടുക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടെ